ഹലോ വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് ശ്രീജ. ഇന്നത്തെ നമ്മുടെ വീഡിയോ CPT ചാപ്റ്ററാണ്, ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. CPTയിൽ അത്യാവശ്യം ടഫുള്ളൊരു പോർഷനാണ് ഇവാലുവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് അല്ലേ, ലൈക്ക് കാർഡിയോവാസ്കുലർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ടു ഫൈൻഡ് ആൻ ഇയാൻഡം കോഡ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ 4 ക്രൈറ്റീരിയ. ഓക്കെ, നമ്മളൊരു ഇയാൻഡം കോഡ് കണ്ടുപിടിക്കുന്നത് 4 ക്രൈറ്റീരിയയുടെ ബേസിസിലാണ്. First one, patient type. Second, place of service. Third, type of service. And fourth one is components of service. എന്താണ് പേഷ്യൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത്? പേഷ്യൻ്റ് 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ന്യൂ പേഷ്യൻറ്റുമുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻറ്റുമുണ്ട്. ന്യൂ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എ പേഷ്യൻ്റ് ഹു ഹാസ് നോട്ട് റിസീവ്ഡ് എനി പ്രൊഫഷണൽ സർവീസ് വിത്തിൻ ലാസ്റ്റ് 3 years. ഈ പാസ്റ്റ് 3 ഇയറിനുള്ളിൽ പേഷ്യൻറ്റിന് ഒരു പ്രൊഫഷണൽ സർവീസ് ആ പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഫെസിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഡോക്ടറിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തികച്ചും ആ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റിക്ക് ആ പേഷ്യൻറ്റ് ന്യൂ ആണ്. ഓക്കെ, അപ്പോൾ 3 ഇയറിനുള്ളിൽ ആ പേഷ്യൻ്റ് അവിടെ വന്നിട്ടില്ല അല്ലെങ്കിൽ അവിടെ നിന്നൊരു സർവീസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ ന്യൂ പേഷ്യൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എ പേഷ്യൻ്റ് ഹു ഹാസ് റിസീവ്ഡ് എനി പ്രൊഫഷണൽ സർവീസ് വിത്തിൻ ലാസ്റ്റ് 3 years. 3 വർഷത്തിനുള്ളിൽ പേഷ്യൻ്റ് 2-3 തവണയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പേഷ്യൻ്റ് ഒരു ന്യൂ പേഷ്യൻ്റ് അല്ല, 3 വർഷത്തിനുള്ളിൽ അവിടെ വന്നിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. സോ അപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, പിന്നെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. നെക്സ്റ്റ് എന്താണ്? പ്ലേസ് ഓഫ് സർവീസ്. ഫസ്റ്റ് പേഷ്യൻ്റ് ടൈപ്പ് ഏതാണെന്നാണ് നമ്മളൊരു ഇയാനം കോഡ് സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻ്റ് ഏത് ടൈപ്പ് ആണെന്നാണ്. ന്യൂ പേഷ്യൻ്റ് ആണോ അതോ എസ്റ്റാബ്ലിഷ്ഡ് പേഷ്യൻ്റ് ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്ലേസ് ഓഫ് സർവീസ്. എന്താണ് പ്ലേസ് ഓഫ് സർവീസ്? ദാറ്റ് ഈസ് വെയർ ദ സർവീസ് വാസ് റെൻഡേഡ്. ഓക്കെ, എവിടെയാണ് ആ സർവീസ് നടന്നത്? ചിലപ്പോൾ ED റൂമിലായിരിക്കാം, എമർജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ OTയിലായിരിക്കാം, അല്ലെങ്കിൽ ഹോം ആവാം, ഡൊമിസിലറി, പോലീസ് സ്റ്റേഷൻ, ജയിൽ, എക്സെട്ര. ഓക്കെ, സോ ഇതൊക്കെയാണ് സർവീസ് നടത്തുന്ന പ്ലേസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലേസ് ഓഫ് സർവീസ് ആണ് അടുത്തത് ഇമ്പോർട്ടൻറ്റ്. എവിടെ വെച്ചാണ് ആ സർവീസ് കൊടുത്തത്? ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ടൈപ്പ് ഓഫ് സർവീസ്. അപ്പോൾ പ്ലേസ് ഓഫ് സർവീസ് നമ്മൾ പറഞ്ഞു, ദെൻ ടൈപ്പ് ഓഫ് സർവീസ്. ഏതൊക്കെ ടൈപ്പ് സർവീസസ് ആണുള്ളത്? ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്, ഇൻ പേഷ്യൻ്റ് ഉണ്ട്, ഒബ്സർവേഷൻ ഉണ്ട്, എമർജൻസി ഉണ്ട് അല്ലേ? അങ്ങനെ പല ടൈപ്പ് ഓഫ് സർവീസസ് ഉണ്ട്. ടെലിഫോണിക് സർവീസസ് ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്, അതേപോലെ കൗൺസിലിംഗ് ഉണ്ട്, ക്രിട്ടിക്കൽ കെയർ ഉണ്ട് അല്ലേ, പ്രിവെൻറ്റീവ് ഉണ്ട്, അതേപോലെ കുട്ടികളുടെ നിയോനേറ്റൽ സർവീസസ് ഉണ്ട്. സോ മെനി സർവീസസ് ആർ ദെയർ. ഓക്കെ, സോ അടുത്ത് നമ്മൾ ഒരു ഇയാൻഡം കോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് സർവീസസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അത് ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ അത് ഇൻ പേഷ്യൻറ്റ് വിസിറ്റ് ആണോ, അതോ ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ മാത്രമായിരുന്നോ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ മാത്രമാണോ, അതോ നിയോനേറ്റൽ ക്രിട്ടിക്കൽ കെയർ ആണോ, അതോ ടെലിഫോണിക് ആയിരുന്നോ? സോ ഇതൊക്കെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് സർവീസ്. എന്താണ് കമ്പോണൻസ് ഓഫ് സർവീസ്? അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് ഡിസീസ് ഫ്രം പേഷ്യൻറ്റ്. പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, അതാണ് പേഷ്യൻ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കമ്പോണൻസ് ഓഫ് സർവീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഹിസ്റ്ററി, എക്സാമിനേഷൻ, മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്, നേച്ചർ ഓഫ് പ്രസൻറ്റിംഗ് ഇൽനെസ്, കോർഡിനേഷൻ ഓഫ് കെയർ, കൗൺസിലിംഗ്, ടൈം. ഓക്കെ, ഇതിൽ കീ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, കീ കമ്പോണൻസ് ഓഫ് ഇയാൻഡം എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ 3 കീ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇയാൻഡം കോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഹിസ്റ്ററിയിൽ സബ് കമ്പോണൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ചീഫ് കംപ്ലയിൻറ്റ്, ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്, റിവ്യൂ ഓഫ് സിസ്റ്റം. ഓക്കെ, ചീഫ് കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻറ്റ് ഇൽനെസ് ആണ് ചീഫ് കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ് എന്ന് പറയുന്നത് ആ ഒരു പ്രസൻറ്റ് ഇൽനെസ്സിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനെയാണ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ലൊക്കേഷൻ, സിവിയറിറ്റി, quality. Quality means that type of illness,
Okay, then duration, how long it is. Then timing, a specific time of illness ആണ് timing. Then context, how it happened, associated sign and symptoms, then modifying factors. Okay, so based on these elements, these informations, HPA has been divided into HPA that I said already, history of present illness. Okay, ആ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്സിനെ ഈ നമ്പർ ഓഫ് എലമെൻസിൻ്റെ ബേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബ്രീഫ് HPI ആൻഡ് എക്സ്റ്റെൻഡഡ് HPI. ബ്രീഫ് HPI എന്ന് പറയുന്നത് 3 or less than 3 elements പോസിറ്റീവ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് 8 elements ഓഫ് HPI. സോ ഈ പറഞ്ഞ 8 എലമെൻസിൽ നിന്ന് 3 elements അല്ലെങ്കിൽ ലെസ് ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ അത് ബ്രീഫ് HPI ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Okay, so what is extended HPI? 4 or more than 4 elements out of these 8. Okay, so അതിനെയാണ് extended HPI എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയിരുന്നു റിവ്യൂ ഓഫ് സിസ്റ്റം. എന്താണ് റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനെയർ ടു ഐഡൻറ്റിഫൈ എനി അബ്നോർമാലിറ്റി പ്രസൻറ്റ് ഇൻ റിലേറ്റഡ് സിസ്റ്റം or other systems. Okay, constitutional symptoms, eye, ear, nose, throat, cardiovascular, respiratory, GI, genitourinary, musculoskeletal. Okay, so based on number of systems reviewed, this ROS is divided into 3: problem pertinent, extended ROS, complete ROS. Okay, problem pertinent means one system out of 14. Okay, എക്സ്റ്റെൻഡഡ് മീൻസ് എന്താണ്? നമ്പർ ഓഫ് സിസ്റ്റംസ് റിവ്യൂഡ് ബിറ്റ്വീൻ 2 and 9. ദെൻ കംപ്ലീറ്റ് ROS, നമ്പർ ഓഫ് സിസ്റ്റംസ് റിവ്യൂഡ് ഈസ് ടു 10 or more than 10 ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ROS ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കേണ്ടത് ടൈപ്പ് ഓഫ് PFSH ആണ്. അതേപോലെ ഹിസ്റ്ററി ടൈപ്സ് ഉണ്ട്. പ്രോബ്ലം ഫോക്കസ്ഡ് ഉണ്ട്, എക്സ്പാൻഡഡ് പ്രോബ്ലം ഫോക്കസ്ഡ്, ഡീറ്റെയിൽഡ്, കോംപ്രഹെൻസീവ്. അതേപോലെ MDM, മെഡിക്കൽ ഡെസിഷൻ മേക്കിംഗ്. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇനി ബാക്കി പറയാൻ പോകുന്നതാണ് ഒരു EM കോഡ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. Thanks for watching my video. If you like this, please click the subscribe button and share to friends also. See you soon.